ഇത് 2022 SLC മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത്. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ കാഥോഡ് വെൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഈസ് ഇലക്ട്രോലൈസ്ഡ്? ഒരു മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണ് കാഥോഡിൽ ഡെപ്പോസിറ്റ് ആവുക? ഏത് സബ്സ്റ്റൻസ് ആയിരിക്കും? സോഡിയം ആയിരിക്കും ഇവിടെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇലക്ട്രോലൈറ്റ്സ് ഡാഷ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോലൈറ്റിൽ കൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് പോകുന്നത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ട്രോലൈറ്റിൽ കൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ എന്താണ് കാരണം? ഇലക്ട്രോലൈറ്റിലുള്ള ഫ്രീലി മൂവിങ് അയോൺസ്. ഫ്രീലി മൂവിങ് ആയിട്ടുള്ള അയോൺസ് ഉള്ളത് കൊണ്ടാണ് ഇത് ഇലക്ട്രോലൈറ്റിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു പോകുന്നത്. കെമിസ്ട്രി ചാപ്റ്റർ 3യുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. റിയാക്ടിവിറ്റി സീരീസ് എന്താണ്, ആനോഡ്, കാഥോഡ്, റിഡക്ഷൻ, ഓക്സിഡേഷൻ, പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, കാറ്റയോൺ, ആനിയോൺ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണേ.